ഹലോ നമസ്കാരം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സീനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. ഓക്കെ, ഒരു 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാലുകൾക്കും അതേപോലെ അവരുടെ കോർ മസിൽ അവരുടെ ആപ്സിന്റെ ഈ ഒരു ഭാഗത്തെ പേശികളെയൊക്കെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുന്ന ഒരു 10 മിനിറ്റ് വ്യായാമങ്ങളാണ്. നിങ്ങൾക്കിത് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്ത് വില കൂടിയ എക്യുപ്മെന്റ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമോ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു ചെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വർക്കൗട്ട് വീഡിയോയിലോട്ട് പോകും. ഈ 10 മിനിറ്റും ഞാൻ ഈ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഒപ്പം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ താണ്ട കസേരയുടെ ഇവിടെയായിട്ട് ഒരു തലയണ കൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്പൈനൊക്കെ നമ്മുടെ നട്ടെല്ലൊക്കെ നിവർത്തിയിട്ടൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആപ്സിനും കാലിനും ഒരേ കണക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ട് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് ബാക്കിലോട്ട് വെക്കുക. ഓക്കെ, ഞാൻ ഈ വെച്ചിരിക്കുന്ന കണക്ക് ബാക്കിലോട്ട് വെക്കുക. തലയുടെ പുറവശത്ത് ഇത് കണക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ ഓരോ കാലുകളായിട്ട് പതുക്കെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുക. ഇതേപോലെ കണ്ടില്ലേ, നിങ്ങളുടെ നട്ടെല്ല് നിവർന്ന് തന്നെ ഇരിക്കണം. ഓക്കെ, കൂനി പോകരുത്. നല്ല ഒരു എക്സസൈസ് ആണിത്. നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ അത് കണക്ക് തന്നെ ആ ഒരു തുടഭാഗം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. അതേപോലെ തന്നെ നിങ്ങളുടെ വയറിന്റെ അടിവശത്തുള്ള ആ ഒരു മസിൽസിനെയും സ്ട്രോങ് ആക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതായിരിക്കും. അപ്പം ഇതേപോലെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്താൽ മതി. ഒരുപാട് ഫാസ്റ്റ് ആയിട്ടൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, ഇതേപോലെ പ്രായമായിട്ടുള്ളവർക്ക് വളരെ അനായാസമായിട്ട് ചെയ്യാവുന്ന ഒരു വ്യായാമ രീതിയാണിത്. കമോൺ, വെരി ഗുഡ്, കൺട്രോൾ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് വ്യായാമത്തിലോട്ട് പോവാം. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ ഇതേപോലെ നിങ്ങൾ കാലിലൊന്നും കൊണ്ട് കൈ തട്ടാനായിട്ട് ശ്രമിക്കുകയൊന്നും വേണ്ട. ഓക്കെ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇങ്ങനെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കമാൺ, ഗുഡ്. നിങ്ങളുടെ ആപ്സിനും കാലുകൾക്കും നല്ല എക്സസൈസ് ആണ്. വെരി ഗുഡ്, ഗുഡ്. എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, കാലുകൾ മാക്സിമം നല്ല ലെവലായിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഗുഡ്. വെരി ഗുഡ്, നൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സെക്കൻഡ് എക്സസൈസ്. അപ്പൊ നമ്മൾ 2 വ്യായാമങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ വ്യായാമത്തിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ കൈകൾ ഇതേപോലെ പിടിക്കുക. ഓക്കെ, ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഇതേപോലെ നിങ്ങൾക്ക് പിടിക്കാം. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം 1 2 3 കണ്ടില്ലേ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാലുകൾ പതുക്കെ ഓരോ കാലായിട്ട് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തി കൊടുക്കാം. ഗുഡ്. ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല പ്രയോജനമായിരിക്കും ഈ ഒരു എക്സസൈസുകൾ കൊണ്ട് കിട്ടുന്നത്. കമോൺ, ഗുഡ്.
സാവധാനത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമ്മുടെ 3 എക്സസൈസുകൾ കംപ്ലീറ്റ് ആയി. ഞാൻ ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓരോ വ്യായാമങ്ങൾ കഴിയുന്തോറും നമുക്ക് നമ്മുടെ നട്ടെല്ലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. ഓരോ വ്യായാമത്തിന് ശേഷവും നിങ്ങളൊരു 15 തൊട്ട് 20 സെക്കൻഡ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നട്ടെല്ലൊക്കെ നിവർത്തി നിങ്ങൾക്ക് ഇതേ കണക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ 4ാമത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കസേരയിലോട്ട് ഒരല്പം മുമ്പോട്ട് കയറിയിരിക്കുക. ഓക്കെ, സ്ട്രോങ് കസേര ആയിരിക്കണം. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്തോളൂ. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കൈകൾ ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിച്ചിട്ട് കാലുകൾ ഇതേപോലെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അതിനുശേഷം സൈഡിലോട്ട് വൈഡാക്കി സൈഡിലോട്ട്. കമാൺ. കാലുകൾക്ക് നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ ഹിപ്പിന്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ ഈ എക്സസൈസ് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, കമാൺ. ഗുഡ്. കൺട്രോൾ ചെയ്ത് ചെയ്യണം. ഞാൻ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ സീനിയേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും വളരെ നല്ല അഭിപ്രായമാണ് ചെയ്തിട്ട് പറയുന്നത്. ഒക്കെ വളരെയേറെ നന്ദിയുണ്ട്. നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് അറിഞ്ഞതിൽ. നൈസ്. വെരി ഗുഡ്. Come on. Good. സൂപ്പർ എക്സസൈസ് ആണ്. റിലാക്സ്. നിങ്ങളുടെ കാലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആപ്സിന്റെ മസിൽസിനും ഇത് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ കൈകൾ മുകളിലോട്ട് ഉയർത്തുക. ഇതേപോലെ ഉയർത്തിപ്പിടിക്കുക. കൈകൾ സ്ട്രൈറ്റ് ആവുക. അതിനുശേഷം ഒരു കാല് ലിഫ്റ്റ് ചെയ്യുക. ഇതേപോലെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കൈ ഇതേപോലെ, കണ്ടില്ലേ, ഓപ്പോസിറ്റ് കൈ സ്ട്രൈറ്റ് ആയിട്ട്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. വളരെ നല്ല ഒരു എക്സസൈസ് ആണിത്. ഗുഡ്. കൺട്രോൾ. വെരി ഗുഡ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മറ്റാരുടെയും സഹായം നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് സ്വയം തന്നെ പരിശീലിക്കാവുന്ന എക്സസൈസുകളാണ്. കൺട്രോൾ. വെരി ഗുഡ്. ഓക്കെ, ഫിനിഷ്. റിലാക്സ്. നെക്സ്റ്റ് എക്സസൈസ് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കൈകൾ ഇതേ കണക്ക് പിടിച്ച് ഇതേപോലെ 1 ലെഗ് സർക്കിൾ എന്ന് പറയുന്ന എക്സസൈസ്. 3 4 5. കൺട്രോൾ. നിങ്ങളുടെ ഹിപ്പിന്റെ ഭാഗവും അതിനെ തന്നെ കാലുകളുടെ മസിൽസും ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. പതുക്കെ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത്, കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വെരി ഗുഡ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് അടുത്ത കാലിൽ ചെയ്യാം. കമാൺ. കൺട്രോൾ.
2 3 4 5 6 7 സാവധാനം. വെരി ഗുഡ്. വെരി ഗുഡ്. കൺട്രോൾ. ഓക്കെ, ഇതേ കണക്ക് ചെയ്തു. വളരെ നല്ല ഒരു എക്സസൈസ് ആണിത്. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് കൈകൾ ഇതേ കണക്ക് ഇതേപോലെ പിടിക്കുക. ഓക്കെ, ബാക്കിലായിട്ട് തലയുടെ ബാക്കിലായിട്ട് തന്നെ നോക്കുക. അതിനുശേഷം നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ അങ്ങ് ബെൻഡ് ചെയ്യരുത്. ഓക്കെ, ഇത്ര മാത്രം നിങ്ങളത് ബെൻഡ് ചെയ്യുക. സ്ട്രെയിറ്റ്. അടുത്ത സൈഡിലോട്ട്. ഹിപ്പ് മൊബിലിറ്റിക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കമാൺ. നൈസായിട്ട്. കൺട്രോൾ. വെരി ഗുഡ്. സ്ട്രെയിറ്റ്. ഗുഡ്. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഫ് മസിൽസിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ ഓക്കെ വിരൽ താഴെ കുത്തിക്കൊണ്ട് ഈ ഒരു ഭാഗം ഉയർത്തി കൊടുക്കുക. ഇതേപോലെ. കമോൺ. 1 കൺട്രോൾ. 2 ഇതേപോലെ സാവധാനത്തിൽ. നൈസ്. ഗുഡ്. സാവധാനം താഴട്ട്. അപ്പ്. ഗുഡ്. നിങ്ങളുടെ കാഫ് മസിൽസിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. സ്ക്യൂസ്. കമോൺ. ഗുഡ്. താഴട്ട്. നമ്മുടെ തണ്ട ഈ ഒരു ഭാഗത്തെ മസിൽസുകളെല്ലാം തന്നെ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും. കൺട്രോൾ. കൺട്രോൾ ചെയ്ത് മുകളിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. ഗുഡ്. ഓക്കെ, ഫൈനലി നമുക്ക് ഒരു എക്സസൈസ് കൂടി ബാക്കിയുണ്ട്. പക്ഷെ അത് ഞാനൊരു കാര്യം ആദ്യം പറയാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് ഫുള്ള് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമ്മുടെ ബോഡി ബാലൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങൾ പതിയെ പതിയെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാലുകൾ രണ്ടും ഇതേപോലെ വൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ഫൈനലി ഇത്രത്തോളം നിങ്ങൾ വൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം കസേരയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതേ കണക്ക് നിങ്ങൾക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്പൈൻ നിവർന്ന് ഇരിക്കണം. ഇതേപോലെ. കണ്ടില്ലേ? ഗുഡ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് ആയിരിക്കും ഈ ഒരു എക്സസൈസ് വഴി കിട്ടുന്നത്. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. കമോൺ. കൺട്രോൾ. നൈസ്. ഒരുപാട് സമയമൊന്നും ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതിയാവും. ഓക്കെ. ഓക്കെ,
നിങ്ങളുടെ കാലുകളിലെ ഫുൾ മസിൽസും ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ ബോഡി ബാലൻസ് ഒക്കെ മെച്ചപ്പെടുത്തുവാനും ഒക്കെ ഇത് വളരെയേറെ സഹായിക്കും. അപ്പോൾ ആദ്യമൊന്നും പറ്റിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പതിയെ പതിയെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ എക്സസൈസ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ